ഭരണിക്കാവിൽ നിന്ന് ആരംഭിച്ച് മുണ്ടക്കയത്ത് അവസാനിക്കുന്ന ദേശീയപാത 183A കരുനാഗപ്പള്ളി താലൂക്ക് ആസ്ഥാനത്തേക്ക് മൈനാഗപ്പള്ളി വഴി നീട്ടണമെന്ന ആവശ്യം ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയം പരിശോധിച്ചു വരികയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു. ഈ പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് നേരത്തെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നിവേദനം നൽകിയിരുന്നതായും എം പി അറിയിച്ചു. ഭരണിക്കാവിൽ നിന്നും ആരംഭിച്ച് മുണ്ടക്കയത്ത് അവസാനിക്കുന്ന ദേശീയപാത 183A കരുനാഗപ്പള്ളി താലൂക്ക് ആസ്ഥാനത്തേക്ക് മൈനാഗപ്പള്ളി വഴി നീട്ടണമെന്ന ആവശ്യം ദേശീയപാത ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയം പരിശോധിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു. ഈ പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് മുൻപ് തന്നെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നിവേദനം നൽകിയിട്ടുള്ളതായും എം പി പറഞ്ഞു. ദിവസേന 10,000-കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാതയുടെ വികസനം അത്യാവശ്യമാണ്. ദേശീയപാത അതോറിറ്റി അധികൃതർ നടത്തിയ പ്രാഥമിക സർവേ പൂർത്തിയായതായും പദ്ധതിയുടെ പ്രയോജനം വിലയിരുത്തുന്നതിനായി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഹൈവേ മന്ത്രാലയം നിർദ്ദേശിച്ചതായും എം പി അറിയിച്ചു. ദേശീയപാത 66ലേക്ക് കിഴക്കൻ മേഖലയുടെ വേഗതയുള്ള കണക്ഷൻ കൂടാതെ ഈ പാത സംസ്ഥാനത്തിന്റെ വടക്കൻ മേഖലകളിലേക്ക് കുറഞ്ഞ ദൂരത്തിൽ യാത്ര ചെയ്യുന്നതിനും സഹായകരമാകും. പാത വികസനത്തിന് ആവശ്യമായ പുറമ്പോക്ക് ഭൂമി പല സ്ഥലങ്ങളിലും ഇതിനകം ലഭ്യമാണ്. എന്നാൽ 24 മീറ്റർ വീതിയിലേക്കുള്ള പരിഗണനയിൽ ചിലയിടങ്ങളിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടതായി വരുമെന്നും എം പി പറഞ്ഞു. 2016 കൊല്ലം തേനി ദേശീയപാത 183ന്റെ രൂപരേഖ തയ്യാറാക്കിയപ്പോൾ കരുനാഗപ്പള്ളി വരെ നീട്ടണമെന്ന് ആവശ്യമുയർന്നെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ ഭരണിക്കാവിൽ നിന്നും ആരംഭിക്കാനായിരുന്നു തീരുമാനമായത്. എന്നാൽ ദേശീയപാത 66ഉം കൊല്ലം തേനി ദേശീയപാതയും 4 വരിയായി വികസിപ്പിക്കുന്ന ആസൂത്രണം പുരോഗമിക്കുകയായതിനാൽ ഭരണിക്കാവിൽ നിന്നും കരുനാഗപ്പള്ളി വരെ 183A വിപുലീകരണം അനിവാര്യമായ ആവശ്യമാണെന്നും ദേശീയപാത മന്ത്രാലയം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും എം പി പറഞ്ഞു. മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയം അനുകൂലമായി പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതായും എം പി അറിയിച്ചു. CDNet ന്യൂസ് മാവേലിക്കര.